ഞാൻ മെറീന ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈസി കോക്കനട്ട് ചട്നിയാണ്. നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാനും ഇഡ്ലിയുടെ കൂടെ കഴിക്കാനും വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങയും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആകുന്ന പെട്ടെന്നുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കുക. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈസി തേങ്ങ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആകെ നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം, അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവ ഉള്ളത് കൊണ്ടും വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 1.5 എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ, ഞാൻ ഇടാറുണ്ട്. പിന്നെ നമുക്കൊരു 3 വറ്റൽമുളക് ചെറിയ പീസായി കട്ട് ചെയ്തത് വേണം. പിന്നെ ഒരു 4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തേങ്ങ ചമ്മന്തി റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ തേങ്ങ ചമ്മന്തി റെഡിയാക്കാനുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ബാലൻസ് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയിലോട്ട് നമ്മുടെ ബാലൻസ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. തേങ്ങ ചമ്മന്തി ഈസി ആയിട്ട് റെഡിയായി. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അല്പം വെള്ളം കൂടി ചേർത്ത് തേങ്ങയും ബാലൻസ് കാര്യങ്ങളെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞില്ല. ഇനി നമുക്ക് വറുത്തിടണം. വറുത്തിട്ടാലാണ് നമ്മുടെ ചമ്മന്തിക്ക് ഒരു പെർഫെക്റ്റ് ചമ്മന്തിയുടെ ഒരു ലുക്കൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കിനി വറുത്തിടാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചട്നിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സ് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇത് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ച കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ സെർവിങ് ബൗളിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു ചെറിയ ബൗളായ കാരണം മിക്സ് ചെയ്യാൻ പറ്റണില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു ചട്നിയുടെ ലുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ സെർവിങ് ബൗളിലെടുത്തിട്ട് നമ്മുടെ വറവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ചെറിയ ബൗളായതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ വേറെ ബൗളിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ എന്താണെന്നൊക്കെ വെച്ചാൽ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.